സിനോജ് തോമസ് തുടരുന്നുണ്ട് പോത്തുകളിൽ നിന്ന്. സിനോജ്, ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. നിലമ്പൂരിലെ ആശുപത്രിയിൽ 16 മൃതദേഹമാണുള്ളതല്ലേ? സിനോജ്, ഇവിടുന്ന് പ്രവർത്തകർ പറയുന്നത് ഈ ട്രാക്ടറിൽ 2-3 കിലോമീറ്റർ അകലെ നിന്ന് 3 മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ ആ മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള മതിയായ ആംബുലൻസ് ഇവിടെ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന ആംബുലൻസുകളൊക്കെ തന്നെ മൃതദേഹങ്ങളുമായി പോയി. പക്ഷേ ആംബുലൻസുകളൊന്നും തന്നെ ഇവിടേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. ഇവിടുന്ന് ശരീരഭാഗങ്ങളുമുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടുന്ന് മൃതദേഹം മാറ്റാനുള്ള ആംബുലൻസുകൾ ഇല്ലെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഈ ട്രാക്ടറിലാണ് അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ അകലെ നിന്ന് 3 മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ ആ മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള മതിയായ ആംബുലൻസ് ഇവിടെ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന ആംബുലൻസുകളൊക്കെ തന്നെ മൃതദേഹങ്ങളുമായി പോയി. പക്ഷേ ആംബുലൻസുകളൊന്നും തന്നെ ഇവിടേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സഞ്ചരിക്കണം ജില്ലാ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ. അതുകൊണ്ട് ആംബുലൻസുകൾ ഇവിടെ എത്തണമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ 3 മൃതദേഹം ഈ ട്രാക്ടറിൽ പുഴയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു ആംബുലൻസ് വന്നു. ആ ആംബുലൻസിലേക്കാണ് 3 മൃതദേഹങ്ങളും കയറ്റാൻ വേണ്ടി രക്ഷാപ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഇത് അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ആംബുലൻസ് സേവനം ഈ പോത്തുകല്ല് ഭാഗത്തേക്ക് ഉൾപ്പെടെയുള്ളവരോട് നമുക്ക് ഈ വിവരം അറിയിക്കേണ്ടതുണ്ട്. കാരണം 3/4 മണിക്കൂർ ദൂരമുണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക്. മൃതദേഹം ഇത്തരത്തിൽ ട്രാക്ടറിൽ കൊണ്ടുപോകാൻ കഴിയില്ല. നദിയിൽ ഒഴുകി വന്ന മൃതദേഹമാണ്. അത് ആംബുലൻസിൽ തന്നെയാണ് എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ബന്ധുക്കൾക്ക് മൃതദേഹം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയാണ് പോത്തുകളിൽ നിന്ന് സിനോജ് തോമസ് നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ലേ? സർക്കാർ സംവിധാനങ്ങളില്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറാകുന്ന ആംബുലൻസുകളൊക്കെ എത്തിക്കാവുന്നതേ ഉള്ളൂ. PV അൻവർ MLA ശ്രദ്ധയിൽ നമ്മൾ ഇക്കാര്യം പെടുത്തുകയാണ്. അവിടെ പോത്തുകൽ മേഖലയിലേക്ക് കൂടുതൽ ആംബുലൻസുകൾ എത്തേണ്ടിയിരിക്കുന്നു.